Hello my dear students, welcome back to Students Focus. നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് കോസസ് ഓഫ് ബിസിനസ് സൈക്കിൾ ആണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു ബിസിനസ് സൈക്കിളിന് 4 ഫേസസ് ഉണ്ട്. ആ ഫേസസിൽ ചേഞ്ചസ് വരുന്നു. ഇപ്പോൾ ട്രഫ് ഫേസിൽ നിന്ന് പതുക്കെ എക്സ്പാൻഷൻ ഫേസിലേക്ക് ബിസിനസ്സസ് മൂവ് ചെയ്യുന്നു. എക്സ്പാൻഷൻ ഫേസിൽ നിന്ന് പീക്ക് പോയിന്റിലെത്തുന്നു. അവിടെ കുറച്ച് സ്റ്റാഗ്നൻ്റ് ആവുന്നു. അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ റിസഷൻ പോയിന്റിൽ വരുന്നു, പിന്നെ ഡിപ്രഷൻ പോയിന്റിൽ വരുന്നു. സോ ഇങ്ങനെ ബിസിനസ് സൈക്കിൾ എല്ലാ ബിസിനസ്സിനും ഉണ്ട്. നമ്മളുടെ എക്കോണമിയിൽ ഫുൾ എഫക്റ്റ് ചെയ്യുന്നതാണ് ബിസിനസ് സൈക്കിൾ. അതിൻ്റെ ലെങ്തും ഡ്യൂറേഷനും നമ്മൾക്ക് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ബിസിനസ് സൈക്കിൾ സർട്ടൻ ആണ്. ഇങ്ങനെ ബിസിനസ് സൈക്കിൾ ചേഞ്ചസ് വരുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മാറണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. എന്ത് കാര്യം സംഭവിക്കുമ്പോഴും അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടാവും. സോ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ റീസൺസ് എന്തൊക്കെയാണ്, ബിസിനസ് സൈക്കിളിൽ ചേഞ്ച് വരുന്ന റീസൺസ് എന്തൊക്കെയാണെന്നാണ്. അങ്ങനെയുള്ള റീസൺസിനെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: ഇൻറ്റേർണൽ കോസസ് ആൻഡ് എക്സ്റ്റേണൽ കോസസ്. ഇൻറ്റേർണൽ കോസസ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ബിസിനസ്സിന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെക്ടറിന് വരുന്ന ചേഞ്ചസ്, എന്തെങ്കിലും കോസസിൽ വരുന്ന ചേഞ്ചും ഉണ്ട്. ആ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സെക്ടറിനെ, ആ പെർട്ടിക്കുലർ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കോസസിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ കോസസ് എന്ന് പറയുന്നത്. ബട്ട് എക്സ്റ്റേർണൽ കോസസ് എന്ന് പറഞ്ഞാൽ ഓൾ എക്കോണമി അല്ലെങ്കിൽ ഓൾ നേഷനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓൾ നേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസസിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ കോസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു ബിസിനസ് നടത്തുന്നു. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ലാതെയാവുന്നു. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് ഡിമാൻഡില്ല. കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടി എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ്? അത് നമ്മളുടെ ഇൻറ്റേർണൽ കോസാണ്. ആ സമയത്ത് രാജ്യത്ത് യുദ്ധം ഉണ്ടാവുന്നു. യുദ്ധത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവുന്നു, പ്രോബ്ലംസ് ഉണ്ടാവുന്നു. സോ അങ്ങനെ ഒരു വാറിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ബിസിനസ് സൈക്കിളിൽ ചേഞ്ചസ് വരുന്നു. അത് നമ്മളുടെ എക്സ്റ്റേർണൽ കോസസിന് എക്സാമ്പിളാണ്. നമ്മൾക്കിത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇൻറ്റേർണൽ കോസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റേർണൽ കോസസിൽ ഫസ്റ്റ് വരുന്നത് ഫ്ലക്ച്വേഷൻസ് ഇൻ ഇഫക്റ്റീവ് ഡിമാൻഡ്. നമ്മളുടെ ഡിമാൻഡിൽ വരുന്ന, അഗ്രഗേറ്റ് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ്. കീൻസിൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് ആണ് നമ്മളുടെ എക്കോണമിയുടെ ചേഞ്ചസിന് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസിന് കാരണം. അതല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് സൈക്കിൾസ് ഫോം ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ ഉള്ള കാരണം നമ്മളുടെ ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് ആണ്, അതിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എന്നാണ് കീൻസ് അഭിപ്രായപ്പെടുന്നത്. നമ്മളുടെ ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ നമ്മളുടെ ഓൺട്രപ്രണേഴ്സിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമൈസിങ് പ്രോഫിറ്റ് ആണ്. കാരണം അവരുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർ ഏത് രീതിയിലും അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനേ അവർ ശ്രമിക്കുള്ളൂ ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ. കാരണം പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ എന്താണ്, നല്ല പ്രൈസിന് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ സാധിക്കും, അവർക്ക് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു എക്കോണമിയിൽ ഓൺട്രപ്രണേഴ്സ് എന്താ ചെയ്യുക, അവർ കൂടുതൽ ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. ശരിയല്ല, നേരത്തെ ഇപ്പോൾ അവർ 10,000 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. ബട്ട് അവരുടെ പ്രൊഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് വരുവാണെങ്കിൽ 50,000 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്താലും സെല്ലാവും എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, 50,000 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ആ 50,000 ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടും അതിലും കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർ 1 lakh ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അവരുടെ ലക്ഷ്യം മാക്സിമൈസിങ് പ്രോഫിറ്റ് ആണ്. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും, നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് കൂടും. കാരണം കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ കൂടുതൽ എംപ്ലോയീസിന് ആവശ്യമുണ്ട്. സോ അതനുസരിച്ച് എംപ്ലോയ്മെൻറ്റ് കൂടും. എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ ആളുകളുടെ കയ്യിൽ വരുന്ന ഇൻകം കൂടും. ഇപ്പോൾ ജോലിയിൽ നിന്ന് സാലറി ആയിട്ട് കിട്ടുന്ന ഇൻകം ആണെങ്കിലും നമ്മളുടെ ബിസിനസ്മെന്നിന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഇൻകം ആണെങ്കിലും അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇൻകം കൂടും ആളുകളുടെ കയ്യിൽ. ഇൻകം കൂടുമ്പോൾ അതിനനുസരിച്ച് സ്പെൻഡിങ്ങും കൂടും. കാരണം കൂടുതൽ ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യാമല്ലോ. സോ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മളുടെ എക്കോണമി ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൂം പീരീഡിലേക്ക് മൂവ് ആവും. നമ്മളുടെ കയ്യിൽ ഇൻകം ഉണ്ട്, കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, എംപ്ലോയ്മെൻറ്റ് കൂടുതലുണ്ട്. സോ നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ഡിമാൻഡ് പ്രൊഡക്ട്സിന് വരുന്നു. സോ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൂം പീരീഡിൽ നമ്മളുടെ എക്കോണമി മൂവ് ചെയ്യുന്നു. ഇനി നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു ചൊല്ല് പറയാറുണ്ട്, അധികമായാൽ അമൃതും വിഷം എന്ന്. സോ നമ്മളിങ്ങനെ കണ്ടമാനം ഡിമാൻഡ് വരുവാണ്, ഡിമാൻഡ് കൂടി വരുന്നു. ബട്ട് അതിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ സപ്ലൈ ഡിമാൻഡിനേക്കാളും കുറവാകുവാണെങ്കിൽ നമ്മളുടെ എക്കോണമി ഒരു ഇൻഫ്ലേഷനിലേക്ക് മൂവ് ചെയ്യും. ഉള്ള പ്രൊഡക്റ്റിന് റേറ്റ് കൂടും, നമ്മളുടെ ഇൻഫ്ലേഷനിലേക്ക് എക്കോണമി പതുക്കെ മൂവ് ചെയ്യും. സോ അത് നമ്മളുടെ എക്കോണമിക്ക് ഒട്ടും നല്ലതല്ല, ഇൻഫ്ലേഷൻ ഒത്തിരി കൂടി വരുന്നത്. ഇനി നേരെ മറിച്ച് നമ്മളുടെ ഡിമാൻഡ് കുറയുവാണെന്ന് വിചാരിച്ചോ. ഡിമാൻഡ് കുറഞ്ഞാൽ എന്ത് പറ്റും,
നമ്മളുടെ പ്രൊഡക്റ്റിന് ഇപ്പോൾ ഞാനൊരു കമ്പനിയാണ്, നമ്മുടെ SF ലിമിറ്റഡ് ആണെങ്കിൽ SF ലിമിറ്റഡ് കമ്പനിയുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് കുറവാണ്. സോ ഓൾറെഡി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ച പ്രൊഡക്ട്സ് അവിടെ ഇരിപ്പുണ്ട്, അത് ഫുൾ സെല്ലായിട്ടില്ല, അത് ഇപ്പോഴും കടകളിൽ സ്റ്റോക്ക് ഇരിക്കുവാണ്. അപ്പോൾ ഇനി ഞാൻ വേറെ പ്രൊഡ്യൂസ് ചെയ്യോ? ഇല്ല, കാരണം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇനി വെറുതെ പ്രൊഡക്ഷന് ഞാൻ എക്സ്പെൻസ് വരുത്തി വെച്ചിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ കുറയ്ക്കും. നമ്മളുടെ ബിസിനസ് ഫേംസ് പ്രൊഡക്ഷൻ കുറയ്ക്കും. പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതനുസരിച്ച് എന്താണ്? എംപ്ലോയ്മെൻറ്റ് കുറയും. പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എംപ്ലോയീസിനെ നമുക്കിപ്പോൾ ആവശ്യമുണ്ടോ? ഇല്ല. സോ എംപ്ലോയ്മെൻറ്റ് കുറയുന്നതനുസരിച്ച് ആളുകളുടെ കയ്യിൽ ഇൻകം കുറയും. സാലറി ആയിട്ട് കിട്ടുന്ന ഇൻകം ആണെങ്കിലും അത് കുറയും. അല്ലെങ്കിൽ ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് ബിസിനസ്മെന്നിന് പ്രോഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ സോ അങ്ങനെ ടോട്ടലി ആളുകളുടെ കയ്യിൽ വരുന്ന ഇൻകം കുറയും. ഇൻകം കുറയുന്നതനുസരിച്ച് എന്താണ്? അവരുടെ സ്പെൻഡിങ്ങും കുറയും. അവർ നെസസിറ്റീസിന് മാത്രമേ സ്പെൻഡ് ചെയ്യുള്ളൂ, കാരണം അതിനുള്ള ഇൻകമേ അവരുടെ കയ്യിലുള്ളൂ. സോ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നെസസിറ്റീസ് ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾക്കുള്ള സ്പെൻഡിങ് കുറയും. അതനുസരിച്ച് നമ്മളുടെ എക്കോണമി പതുക്കെ റിസഷനിലേക്ക് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് മൂവ് ആവും. നമ്മളുടെ ബിസിനസ് സൈക്കിളിൻ്റെ റിസഷൻ പീരീഡ് അല്ലെങ്കിൽ ഡിപ്രഷൻ പീരീഡ് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മളുടെ റിസഷൻ ഫേസ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഫേസിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മളുടെ നമ്മളുടെ ബിസിനസ് ഫേംസിന് അധികം പ്രോഡക്ട്സ് സെല് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ പ്രോഡക്ട്സിന് ഡിമാൻഡില്ല, അങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ നോർമലി ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? അവരുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്സിൻ്റെ വില അധികം കുറയുന്നതിന് മുമ്പ് അവർ ആ സ്റ്റോക്സ് സെല്ല് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ കമ്പനിയുടെ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് അവർ കുറച്ചും കൂടെ സേഫായ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രിഫർ ചെയ്യും. ഇപ്പോൾ ഗോൾഡോ അല്ലെങ്കിൽ ബോൺസോ അല്ലെങ്കിൽ US ഡോളറിലോ അങ്ങനെ എന്തെങ്കിലും കുറച്ചും കൂടെ സേഫായ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യും. സോ അങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേറെ ഫീൽഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ വരുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മളുടെ ബിസിനസ് പതുക്കെ ഡിപ്രഷനിലേക്ക്, നമ്മളുടെ എക്കോണമി പതുക്കെ ഡിപ്രഷനിലേക്ക് പോകും. പക്ഷേ ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്നതിനും ഒരു പീരീഡ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞില്ലേ, എന്ത് പ്രോബ്ലം വന്നാലും അതിന് ഡെഫിനറ്റായിട്ടൊരു സൊല്യൂഷൻ ഉണ്ട്. അല്ലാതെ പ്രോബ്ലം മാത്രമായിട്ട് ഒരിക്കലും ഒന്നും വരില്ലല്ലോ. അപ്പോൾ ഒരു പരിധി വരെ ഇത് താഴേക്ക് പോയിക്കൊണ്ട് ഡിപ്രഷൻ ഫേസിൽ ലോവർ ലെവലിൽ എത്തുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ അത് അവിടെ സ്റ്റാഗ്നൻ്റ് ആവുമല്ലോ. അപ്പോൾ അവിടുന്ന് പതുക്കെ ആളുകൾ ചിന്തിച്ച് തുടങ്ങും, ഓക്കെ ഇത്രയും താഴെ പോയില്ലേ, ഇനിയിപ്പോൾ പതുക്കെ കയറുമായിരിക്കും. അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ വിലയൊക്കെ കുറഞ്ഞു, കാരണം ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്റ്റിന് റേറ്റ് മാക്സിമം കുറച്ച് കൊടുക്കാൻ നോക്കും. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ബ്ലോക്കായി കിടക്കുന്ന ഫിനാൻസ് അവർക്ക് റിലീസ് ചെയ്യണ്ടേ? അവരുടെ എമൗണ്ട് ബൾക്ക് സ്റ്റോക്കിൽ ബ്ലോക്കായി കിടക്കുമല്ലേ അവരുടെ ഫിനാൻസ് ചെയ്ത എമൗണ്ടൊക്കെ. സോ അതുകൊണ്ട് തന്നെ അവർ കിട്ടുന്ന എമൗണ്ട് അവർക്ക് റിലീസ് ചെയ്തെടുക്കാൻ വേണ്ടി അവരുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് അവർ കുറച്ച് കൊടുക്കും. സോ ഇങ്ങനെ കുറയുമ്പോഴും നമ്മളുടെ കൺസ്യൂമേഴ്സ് ഒരു പരിധിവരെ വെയിറ്റ് ചെയ്യും. ഓക്കെ പ്രൊഡക്ട്സിന് റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്, കുറച്ചാൾ കൂടെ വെയിറ്റ് ചെയ്താൽ കുറച്ചും കൂടെ കുറയുമായിരിക്കും. അങ്ങനെ നമ്മൾ ഡിപ്രഷൻ്റെ ഒരു ലോവസ്റ്റ് പീരീഡ് എത്തുമ്പോൾ പിന്നെ കൺസ്യൂമേഴ്സ് പതുക്കെ കുറച്ച് പേരെങ്കിലുമൊക്കെ ചിന്തിച്ചു തുടങ്ങും, ഓക്കെ ഇത്രയും വില കുറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ചിലപ്പോൾ അധികം കുറയില്ലായിരിക്കും, സോ നമുക്ക് മേടിക്കാം, ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് മേടിച്ച് തുടങ്ങാം എന്ന് വിചാരിക്കുമ്പോൾ ആളുകൾ പതുക്കെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ കുറച്ച് പേരുടെ കയ്യിൽ ക്യാഷ് അധികം ഇല്ലെങ്കിലും ക്യാഷ് കയ്യിലുള്ള കുറേ ആളുകൾ കാണുമല്ലോ. സോ അവർ പതുക്കെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെയും പതുക്കെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് വന്നു തുടങ്ങും. അങ്ങനെ ഡിമാൻഡ് വരുമ്പോൾ എന്താണ്? നമ്മളുടെ എക്കോണമി ഡിപ്രഷനിൽ നിന്ന് പതുക്കെ എക്സ്പാൻഷനിലേക്ക് മൂവ് ചെയ്യും. ഇനി നമ്മൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ പ്രൊഡക്ട്സിനുള്ള ഡിമാൻഡ് മാത്രമല്ല, നമ്മുടെ നെറ്റ് ഫോറിൻ ഡിമാൻഡും അതിൽ ഉൾപ്പെടുന്നുണ്ട്. നെറ്റ് ഫോറിൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ നെറ്റ് ഫോറിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ട്സിലോ എക്സ്പോർട്ട്സിലോ വരുന്ന വേരിയേഷൻസും നമ്മളുടെ ബിസിനസ്സിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടുത്തെ പ്രൊഡക്ട്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഇമ്പോർട്ട് വരുന്നുണ്ടെങ്കിലോ അതനുസരിച്ച് നമ്മളുടെ ഇവിടെയുള്ള ബിസിനസ് ഫേംസിൻ്റെ ബിസിനസ്സിൽ ചേഞ്ചസ് വരില്ലേ. സോ അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പോർട്ടിൻ്റെ കേസിലാണെങ്കിലും അപ്പോൾ എക്സ്പോർട്ടിൽ ഇമ്പോർട്ടിൽ വരുന്ന വേരിയേഷൻസും നമ്മളുടെ ബിസിനസ്സിൻ്റെ ഫ്ലക്ച്വേഷൻസിന് കാരണമാവുന്നുണ്ട്. അത് ബിസിനസ് സൈക്കിളിലെ ഓരോ ഫേസ് ചേഞ്ച് ആവാനായിട്ട് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഫ്ലക്ച്വേഷൻസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബിസിനസ് പേഴ്സൺ എപ്പോഴെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നുവാണെങ്കിൽ അവരെപ്പോഴായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് നല്ല പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ നല്ല റിട്ടേൺ കിട്ടും എന്ന് തോന്നുന്ന സമയത്ത് മാത്രമല്ലേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എക്കണോമിസ്റ്റ് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ആണ് നമ്മളുടെ ബിസിനസ് സൈക്കിളിൽ ചേഞ്ച് വരാനുള്ള പ്രൈം കോസ് എന്നാണ് പറയുന്നത്. ഇത് ഒരു മോസ്റ്റ് വോളറ്റൈൽ കോമ്പോണൻ്റ് എന്നും ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറയുന്നുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടാവാനുള്ള മോസ്റ്റ് വോളറ്റൈൽ കോമ്പോണൻ്റ് ആയിട്ട് നമ്മൾ ഫ്ലക്ച്വേഷൻസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതുകൊണ്ടാണ് നമ്മൾക്ക്
ഒരു ബിസിനസ് പേഴ്സണ് എപ്പോഴും ഇപ്പോൾ നിങ്ങളാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഒരു 10 lakhs റുപ്പീസ് ഉണ്ട്. ആ 10 lakhs റുപ്പീസ് നിങ്ങൾക്ക് തോന്നുവാണ് ഇന്ന ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 lakhs എന്നുള്ളത് ഒരു വർഷം കൊണ്ട് 12 lakhs ആവും. അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുവാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇപ്പം ഈ സമയം ശരിയല്ല, കൊറോണയുടെ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ ബിസിനസ്സൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു, എല്ലാ ബിസിനസ്സിനും നല്ല പ്രോഫിറ്റും നല്ല സെയിലും നടക്കുന്നില്ല. സോ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ലോസേ വരുള്ളൂ, ഇപ്പോൾ എൻ്റെ 10 ലക്ഷം എന്നുള്ളത് ലോസ് വന്ന് ഒരു 8 ലക്ഷം ആയി പോകും. അങ്ങനെ തോന്നിയാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബിസിനസ്മെൻ്റ് അല്ലെങ്കിൽ ഓൺട്രപ്രണറുടെ പ്രോഫിറ്റ് എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചേഞ്ചസ് വരും. അപ്പോൾ ബിസിനസ് പേഴ്സണ് നല്ല പ്രോഫിറ്റ് കിട്ടും, നല്ല റിട്ടേൺ കിട്ടുമെന്ന് തോന്നിയാൽ അദ്ദേഹം ഉറപ്പായിട്ടും ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ എന്താ പറ്റുക, കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് കൂടും, ഇൻകം കൂടും. സോ ആളുകളുടെ സ്പെൻഡിങ് കൂടും. കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ സ്പെൻഡ് ചെയ്യാം. ആളുകളുടെ സ്പെൻഡിങ് കൂടും, അതനുസരിച്ച് നമ്മളുടെ ഡിമാൻഡ് ഇൻക്രീസ് ആവും. എക്കോണമിക്ക് എന്ത് പറ്റും, എക്കോണമി എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൂം പീരീഡിലേക്ക് പോകും. ഇനി അത് കൂടാതെ പുതിയ ഇൻവെൻഷൻസ് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ, പുതിയ ഇൻവെൻഷൻസ് വരുമ്പോൾ ഇപ്പോൾ ബിസിനസ് ഫേംസിന് തോന്നുവാണ് ഓക്കെ ഇന്ന ഇൻവെൻഷൻസ് ഇതിൽ ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ കോസ്റ്റ് കുറയും. അങ്ങനെ തോന്നിയാലും അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ എയർടെല്ലിന് തോന്നുവാണ് അല്ലെങ്കിൽ ജിയോയ്ക്ക് തോന്നുവാണ് ഇപ്പോൾ 4G ഉണ്ട്, അപ്പോൾ 5Gക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഒരു 50 lakhs റുപ്പീസ് ഞങ്ങൾ 5G ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഞങ്ങളാണെങ്കിൽ, ഇപ്പോൾ ജിയോയ്ക്ക് തോന്നുവാണ് ജിയോ ആണെങ്കിൽ 5G അവർ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്താൽ അതിന് നല്ല ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. സോ അവരിപ്പോൾ 50 lakhs സ്പെൻഡ് ചെയ്താലും അവർക്ക് അതിന് പകരം മാർക്കറ്റിൽ ഡിമാൻഡ് വെച്ച് അവർക്കൊരു 1 crore അല്ലെങ്കിൽ 1.5 crore തിരിച്ച് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുവാണെങ്കിൽ എന്താ അവർ ധൈര്യമായിട്ട് അത് സ്പെൻഡ് ചെയ്യില്ലേ? അതുപോലെ തന്നെ അപ്പോൾ പുതിയ ഇൻവെൻഷൻസ് വരുമ്പോൾ ഓൺട്രപ്രണേഴ്സിന് അതിൽ കോൺഫിഡൻസ് തോന്നുവാണ്, അത് അവരുടെ കോസ്റ്റ് കുറയ്ക്കും അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കൂട്ടുമെന്ന് തോന്നിയാൽ അവർ ഉറപ്പായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റൊരു റീസൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നമ്മുടെ എക്കോണമിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ. ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ എന്താ ഗുണം വരുന്നത്? ഇപ്പോൾ ബിസിനസ്മെൻ വിചാരിക്കും അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നത് ഒരു 5% ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് വിചാരിക്കാം. 5% ഇൻട്രസ്റ്റിൽ അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. ആ ലോൺ എടുത്തിട്ട് അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്ത് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് 20% കിട്ടും. സോ അവരെന്താ പ്രിഫർ ചെയ്യുന്നത്? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്യാമെന്നല്ലേ അവർ വിചാരിക്കുള്ളൂ. കാരണം ഇൻട്രസ്റ്റ് ലോ ആണ്, അവർക്ക് അതെടുത്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാം, അതനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് കൂടും. സോ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ലോ ആണെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. നേരെ തിരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണെങ്കിലോ, ഇൻട്രസ്റ്റ് റേറ്റ് ഒത്തിരി കൂടുതലാണെങ്കിൽ ബിസിനസ്മാൻ വിചാരിക്കും ഓക്കെ ഇത്രയും ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അതെടുത്തിട്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വലിയ കാര്യമില്ല, കാരണം എനിക്ക് വലിയ ഡിഫറൻസോ റിട്ടേൺ ഒന്നും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ ലോൺ എടുക്കുന്ന എമൗണ്ട് കുറയ്ക്കും, അതനുസരിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കുറയും. അപ്പം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുവാണെങ്കിൽ നമ്മളുടെ എക്കോണമി എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൂം പീരീഡിലേക്ക് പോകും. നേരെ മറിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുവാണെങ്കിൽ എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമ്പോൾ എന്താ, പ്രൊഡക്ഷൻ കുറയും. കാരണം പ്രൊഡക്ഷൻ ആവശ്യമായ സാധനങ്ങളിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്താലല്ലേ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ കുറയും. സോ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കുറയും. അതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. എംപ്ലോയ്മെൻറ്റ് കുറയും, ആളുകളുടെ ഇൻകം കുറയും. സോ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്ന സമയത്ത് നമ്മളുടെ എക്കോണമി റിസഷനിലേക്ക് പോകും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്ന സമയത്ത് നമ്മളുടെ എക്കോണമി എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൂം പീരീഡിലേക്ക് പോകും. ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത്, നമ്മൾ നെക്സ്റ്റ് റീസൺ വരുന്നത് വേരിയേഷൻസ് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ്. നമ്മൾക്ക് ഈ പോയിന്റും അടുത്ത പോയിന്റും കൂടെ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ വേരിയേഷൻസ് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ്ങും അടുത്തത് മാക്രോ എക്കണോമിക് പോളിസീസ്. നമ്മളുടെ ഗവൺമെൻറ് ഓരോ സെക്ടറിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ വരുന്ന ചേഞ്ചസ്. ഇപ്പോൾ എക്സാമ്പിൾ, ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഗവൺമെൻറ് ഇന്ന പോളിസീസ് ഫ്രെയിം ചെയ്യുന്നു, അതിലേക്ക് ഗവൺമെൻറ് ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നു. അങ്ങനെയെല്ലാം വന്നാൽ ആ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്പ് ആവില്ലേ? ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്പ് ആകുമ്പോൾ അതനുസരിച്ച് മറ്റ് സെക്ടേഴ്സിലും അതിൻ്റെ ഇമ്പാക്റ്റ് പതുക്കെ വരും. അങ്ങനെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിൽ വരുന്ന ഡിഫറൻസ് ഇപ്പോൾ അതിന് കൂടുതൽ വരുന്നത് ഇപ്പോൾ വാറിന് ശേഷമൊക്കെ ഗവൺമെൻറ് നമ്മളുടെ പല സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ആ സെക്ടേഴ്സിന് പെട്ടെന്ന് റിവൈവ് ചെയ്യാനും അവർക്ക് പെട്ടെന്ന് നല്ല ബിസിനസ് ജനറേറ്റ് ചെയ്യാനെല്ലാം സാധിക്കും.
പിന്നെ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ മാക്രോ എക്കണോമിക് പോളിസീസ്, അതായത് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസീസ് എല്ലാം ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ഇപ്പോൾ എക്സ്പാൻഷറി പോളിസിയാണ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബിസിനസ് ഫേംസിന് കുറച്ചും കൂടി ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടുന്നു ബിസിനസ് സെക്ടറിൽ, അല്ലെങ്കിൽ ടാക്സ് റേറ്റ് കട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നാൽ എന്താണ്, നമ്മൾ ഡിമാൻഡ് കൂടും. ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും ഇപ്പോൾ ഗോൾഡിൻ്റെ ടാക്സ് കട്ട് ചെയ്തു എന്ന് വയ്ക്കുക. ഗോൾഡിന് ഇപ്പോൾ 30% ആണ് ടാക്സ് ഉള്ളതെന്ന് നമുക്ക് വിചാരിക്കാം. ആ ടാക്സ് ഗവൺമെൻറ് കട്ട് ചെയ്ത് 5% ആക്കുന്നു. അതനുസരിച്ച് എന്താ വരുന്നത്, നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസ് കുറയും ടാക്സ് അത്രയും കുറയ്ക്കുമ്പോൾ. സോ അതിനുള്ള ഡിമാൻഡ് കൂടും. ഇനി നേരെ മറിച്ച് അപ്പോൾ ഇത് നമ്മൾക്ക് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഡിമാൻഡ് കൂടുമ്പോൾ നമ്മൾക്കറിയാം, ഡിമാൻഡ് കൂടുമ്പോൾ ഇൻ ടേൺ പ്രൊഡക്ഷൻ കൂടും, അല്ലെങ്കിൽ അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് കൂടും, കൺസംഷൻ കൂടും, ഇൻകം കൂടും. സോ എക്കണോമി ബൂമിലേക്ക് പോവും. ഇനി നേരെ മറിച്ച് ഗവൺമെൻറ് എക്സ്പാൻഷറി പോളിസീസ് എടുക്കുന്നില്ല, ആൻറ്റി ഇൻഫ്ലേഷണറി മെഷേഴ്സ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഗവൺമെൻറ് സ്പെൻഡിങ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ടാക്സ് റേറ്റ് കൂട്ടുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു. അങ്ങനെയൊക്കെ വന്നാൽ എന്താണ്, നമ്മളുടെ ഡിമാൻഡ് കുറയും. കാരണം ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുവാണ്. സോ പ്രൈസ് ഇപ്പോൾ ഇന്നലെ വരെ 100 രൂപയ്ക്ക് കിട്ടിയ സാധനം ഇന്ന് 300 രൂപ കൊടുത്ത് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി വാങ്ങിക്കുമോ? വാങ്ങിക്കില്ല. സോ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുന്നു. അതുപോലെ നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരുമ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് ഒത്തിരി കൂടുവാണെങ്കിൽ അതനുസരിച്ചും നമ്മളിപ്പോൾ തൊട്ട് മുമ്പത്തെ പോയിന്റിൽ പഠിച്ചു, അധികം ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല എക്കണോമിയിൽ, ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കുറേ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ. കാരണം അത്രയും കൂടിയ റേറ്റിൽ എല്ലാവരും ലോൺസ് അവൈൽ ചെയ്തോളണം എന്നില്ല. അതനുസരിച്ച് നമ്മളുടെ എക്കോണമിയിൽ ഒരു സ്ലോ ഡൗൺ വരും. എക്കോണമി പതുക്കെ പതുക്കെ റിസഷനിലേക്ക് അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോവും. ഇനി നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് വരുന്നത് മണി സപ്ലൈ. നമ്മളുടെ എക്കോണമിയിൽ വരുന്ന മണി സർക്കുലേഷൻ്റെ അളവ്. നമ്മളുടെ എക്കോണമിയിൽ മണി സർക്കുലേഷൻ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മളുടെ ബാങ്ക്സിന് വരുന്ന എമൗണ്ട്, ബാങ്ക്സിൻ്റെ കയ്യിലുള്ള അവൈലബിളായ ഫണ്ടിൽ ഡിഫറൻസ് വരും. ശരിയല്ലേ? മണി സപ്ലൈ കൂടുതലായിട്ട് വരുമ്പോൾ ബാങ്ക്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അതനുസരിച്ച് ധാരാളം ഫണ്ടുണ്ട്. സോ അവർക്ക് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺസ് കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബിസിനസ് പേഴ്സൺസിന് ആ എമൗണ്ട് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അവൈൽ ചെയ്തിട്ട് അവർക്ക് അവരുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ബിസിനസ്മെൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, അതനുസരിച്ച് പ്രൊഡക്ഷൻ കൂടും, എംപ്ലോയ്മെൻറ്റ് കൂടും, എംപ്ലോയ്മെൻറ്റ് കൂടുന്നതനുസരിച്ച് ഇൻകം കൂടും, ഇൻകം കൂടുമ്പോൾ കൺസ്യൂമർ സ്പെൻഡിങ് കൂടും. സോ അതനുസരിച്ച് മാർക്കറ്റിൽ ഡിമാൻഡ് വരും, അഗ്രഗേറ്റ് ഡിമാൻഡിൽ ഇൻക്രീസ് വരും, നമ്മളുടെ എക്കോണമി എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൂമിലേക്ക് പോകും. അപ്പോൾ മണി സപ്ലൈ നേരെ മറിച്ച് തിരിച്ച് കുറയുവാണ്. ബാങ്ക്സിൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഉള്ള എമൗണ്ടിനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടിയാണ് അവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞപ്പോൾ ലോൺ എടുത്തുകൊണ്ടിരുന്ന എല്ലാവരും അതേപടി ലോൺ എടുക്കുമോ? ഇല്ല. കാരണം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. സോ അതിൻ്റെ സൈഡായിട്ട് എന്താ വരിക, പ്രൊഡക്ഷൻ കുറയുന്നു, എംപ്ലോയ്മെൻറ്റ് കുറയുന്നു. സോ എക്കോണമി പതുക്കെ റിസഷനിലേക്ക് പോകുന്നു. ഇനി നമ്മളുടെ മണി സപ്ലൈയിൽ ഇപ്പോൾ ചേഞ്ചസ് വരുന്നത്, ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഒക്കെ ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് മണി സപ്ലൈയിൽ എത്ര മണി സർക്കുലേഷൻ എത്ര വേണം, കുറവുണ്ടെങ്കിൽ അതിനുള്ള ഗ്യാരണ്ടിയും എല്ലാം കീപ്പ് ചെയ്തിട്ട് നോട്ട് സർക്കുലേഷൻ നമ്മളുടെ എക്കോണമിയിലുള്ള മണി സർക്കുലേഷൻ കൂട്ടുന്നു. ഇനി സർക്കുലേഷൻ കൂടുതലാണെങ്കിൽ അവരത് കുറയ്ക്കാനുള്ള മെഷേഴ്സ് എടുക്കുന്നു. സോ അങ്ങനെ അത് ചെയ്യുന്നത് നമ്മളുടെ എക്കോണമിയിൽ മണി സർക്കുലേഷൻ കൂടുതലാണെങ്കിൽ. പക്ഷേ നമ്മൾക്ക് മണി സർക്കുലേഷൻ കണ്ടമാനം കൂട്ടാനും പറ്റില്ല. ഓക്കെ, പൈസ കുറവാണ് എന്നാൽ കുറേ നോട്ടങ്ങ് അച്ചടിച്ച് എക്കോണമിയിൽ ഇട്ടേക്കാം, അപ്പോൾ അതുകൊണ്ട് മണി സർക്കുലേഷൻ കൂടുമല്ലോ, അങ്ങനത്തെ രീതിയിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, അങ്ങനെ എക്സസീവ് ഇൻക്രീസ് വന്നാൽ, നമ്മളുടെ മണി സർക്കുലേഷനിൽ എക്സസീവ് ഇൻക്രീസ് വന്നാൽ നമ്മളുടെ എക്കോണമി ഇൻഫ്ലേഷനിലേക്ക് പോകും. സോ അത് നമ്മളുടെ എക്കോണമിയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു പരിധിയിൽ കൂടുതൽ കുറേ എമൗണ്ട് ചുമ്മാ അങ്ങ് മണി സർക്കുലേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മണി സർക്കുലേഷൻ വെറുതെ അങ്ങ് കൂട്ടാനോ സാധിക്കില്ല. അപ്പോൾ നമ്മളുടെ എക്കോണമിയിൽ വരുന്ന മണി സപ്ലൈയിൽ വരുന്ന ചേഞ്ചസ്, സർക്കുലേറ്റ് ചെയ്യുന്ന മണിയിൽ വരുന്ന ചേഞ്ചസും നമ്മളുടെ എക്കോണമി ബിസിനസ് ഫ്ലക്ച്വേഷൻസിന് അല്ലെങ്കിൽ എക്കണോമിക് ഫ്ലക്ച്വേഷൻസിന് കാരണമാവുന്നുണ്ട്. ഹാവ്ട്രി പറയുന്നത് നമ്മൾ ട്രേഡ് സൈക്കിളിൽ വരുന്ന ചേഞ്ചസ് പ്യുവർലി ഈ മണി സപ്ലൈയുടെ അതിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടാണ് നമ്മളുടെ എക്കോണമിയിൽ ചേഞ്ചസ് വരുന്നത് അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളിൽ ചേഞ്ചസ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ചില പോളിസീസിൽ അതാരാണ് പറയുന്നത് അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ഒരു കൺക്ലൂഷൻ എടുത്തതെന്നെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ആ പേരൊന്നും മറക്കാതെ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം അത് നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ മണി സപ്ലൈയുടെ കേസിൽ ഹൗ ടു ആണ് പറഞ്ഞെങ്കിൽ വേറൊരാളുടെ പേര് തന്നിട്ട് ഓക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അല്ലെങ്കിൽ മണി സപ്ലൈ ആണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞത് ആരാണ് അങ്ങനെ 3-4 പേരുടെ പേര് തന്നിട്ട് നിങ്ങൾക്ക് MCQ ചോദിക്കും. സോ നിങ്ങൾ ഈ ഇമ്പോർട്ടൻറ്റ് പേരുകളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മറന്നു പോകാതിരിക്കാൻ വേണ്ടി. ഒരു പേപ്പറിൽ ചുമ്മാ എഴുതി വെച്ചാലും മതി. നിങ്ങളുടെ ബുക്കിൽ ഇപ്പോൾ മണി സപ്ലൈ എന്ന് എഴുതിയിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ പേര്, മറ്റേത് വേറെ ഏതെങ്കിലും പോളിസിയിൽ ഒരാളുടെ പേര്. ഇപ്പോൾ നമ്മളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വരുമ്പോൾ അതിൽ പിഗോ ആണ് പറഞ്ഞേക്കുന്നത്. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ നേരെ പിഗോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുമ്പൊന്ന് ഓടിച്ച് വായിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഇനി നമ്മളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻറ്റേർണൽ കോസസിൽ ലാസ്റ്റ് വൺ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. നമ്മളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് സിമ്പിളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓൺട്രപ്രണേഴ്സിന് തോന്നുന്ന ഒപ്റ്റിമിസം അല്ലെങ്കിൽ പെസിമിസം അനുസരിച്ച് നമ്മളുടെ എക്കോണമിയിൽ ചേഞ്ചസ് വരുന്നു. അതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഓൺട്രപ്രണേഴ്സിന് തോന്നുവാണ് എമൗണ്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. സോ എന്ത് ചെയ്യും? അവർ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, അതനുസരിച്ച് പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താ പറ്റുന്നത്? എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ ആളുകളുടെ കയ്യിലുള്ള ഇൻകം കൂടും, ആളുകളുടെ കയ്യിൽ വരുന്ന ഇൻകം കൂടും. സോ അവർക്ക് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ അവരുടെ കയ്യിലുള്ളപ്പോൾ എന്താ, അതനുസരിച്ച് പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡ് കൂടും. സോ നമ്മളുടെ എക്കോണമി എങ്ങനെ പോകും? എക്സ്പാൻഷനിലേക്ക് അല്ലെങ്കിൽ ബൂം പീരീഡിൽ നമ്മളുടെ എക്കോണമി അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ ആ ഒരു ഫേസിലേക്ക് മൂവ് ചെയ്യും. ഇനി നേരെ മറിച്ച് നമ്മളുടെ ഓൺട്രപ്രണേഴ്സിന് തോന്നുവാണ് ഓക്കെ ഇപ്പോഴത്തെ പീരീഡ് അത്ര ശരിയല്ല, ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ഉള്ള എമൗണ്ടും കൂടെ പോവുകയുള്ളൂ, എനിക്ക് എന്തായാലും ലോസേ വരുള്ളൂ. സോ അതുകൊണ്ട് ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് ഓൺട്രപ്രണേഴ്സിന് തോന്നിയാൽ അവരെന്ത് ചെയ്യും? അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം ആരും സ്വന്തം കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് കളഞ്ഞേക്കാമെന്ന് വിചാരിക്കില്ലല്ലോ. സോ അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ വരുമ്പോൾ എന്താണ്, അതനുസരിച്ച് പ്രൊഡക്ഷൻ കുറയുമ്പോഴത്തേക്കും നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് കുറയും. സോ ആളുകളുടെ കയ്യിലുള്ള ഇൻകം കുറയും, കൺസ്യൂമർ സ്പെൻഡിങ് കുറയും. അവർ ബേസിക് നെസസിറ്റീസിന് മാത്രമേ ആളുകൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സോ അങ്ങനെ സ്പെൻഡിങ് കുറയുന്നു, സോ പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡ് കുറയുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ എക്കോണമി പതുക്കെ റിസഷനിലേക്ക് പോകും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫാക്ടർ നമ്മളുടെ ഡിമാൻഡിനെ അല്ലെങ്കിൽ എക്കണോമിയിൽ വരുന്ന ചേഞ്ചസിന് ഫ്ലക്ച്വേഷൻസിന് കാരണമാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സൈക്കിളിന് കാരണമാകുന്നത്. പിന്നെ വേറെ 1-2 പേര് കൂടെ പറഞ്ഞേക്കുന്ന പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഷംപീറ്റേഴ്സ് ഇന്നൊവേഷൻ തിയറിയിൽ പറഞ്ഞേക്കുന്നത് പല ഇന്നൊവേഷൻസ് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ ട്രേഡ് സൈക്കിളിൽ ചേഞ്ചസ് വരുന്നത്. ചിലപ്പോൾ പുതിയ ഇന്നൊവേഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇന്നൊവേഷൻസിൽ ഓരോ ടൈം ടു ടൈം നമ്മളുടെ എക്കോണമിയിൽ പുതിയ പല ഇന്നൊവേഷൻസും വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളിപ്പോൾ 5 വർഷം മുമ്പ് യൂസ് ചെയ്ത പ്രൊഡക്ട്സോ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന പ്രൊഡക്ട്സോ ഒന്നും അല്ലല്ലോ ഇപ്പോൾ വരുന്നത്. സോ എപ്പോഴും പുതിയ ലേറ്റസ്റ്റ് ഇന്നൊവേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നൊവേഷൻസിൽ വരുന്ന ചേഞ്ചസ് ആണ് ട്രേഡ് സൈക്കിളിന് കാരണം എന്നാണ് ഷംപീറ്റേഴ്സ് പറയുന്നത്. സോ ഇതുമെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റ പേപ്പറിൽ ഡയറക്റ്റായിട്ട് നേരെ എഴുതി വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് എക്സാമിന് മുമ്പൊന്ന് ഓടിച്ച് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി കോബ്വെബ് തിയറി അനുസരിച്ച്, അതായത് നിക്കോളാസ് കാൾഡർ പ്രൊവൈഡ് ചെയ്ത കോബ്വെബ് തിയറി അനുസരിച്ച് ബിസിനസ് സൈക്കിളിന് കാരണമാകുന്നത് നമ്മളുടെ ഇപ്പോൾ ഉള്ള പ്രൊഡക്ട്സിൻ്റെ പ്രൈസസ്, അതാണ് നമ്മളുടെ ഫ്യൂച്ചറിലുള്ള പ്രൊഡക്ഷനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ വരുന്ന ഡിമാൻഡിനെയോ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ തിയറി അനുസരിച്ച് അദ്ദേഹം പറയുന്നത്. സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി നമ്മളുടെ ഇൻറ്റേർണൽ കോസസ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റേണൽ കോസസ് ആണ്. സോ നമ്മൾക്ക് എക്സ്റ്റേണൽ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ കോസസിൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ രാജ്യത്തെ മൊത്തമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്റ്റേണൽ കോസസിൽ പറയുന്നത്. സോ നമ്മൾക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വാർസ്. നമ്മളുടെ രാജ്യത്ത് യുദ്ധം ഉണ്ടാവും, നമ്മളുടെ രാജ്യത്തോ അല്ലെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന എന്തിനാണ്? നമുക്ക് യുദ്ധത്തിന് ആവശ്യമായ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളുടെ റിസോഴ്സസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. വെപ്പൺസ് ആയിരിക്കാം, ആംസ് ആയിരിക്കാം, അങ്ങനെ നമ്മൾക്ക് യുദ്ധത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണോ അതാണ് കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ റിസോഴ്സസ് അങ്ങനെയുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ മറ്റ് സെക്ടറിലെ പ്രൊഡക്ഷൻ അതിനനുസരിച്ച് കുറയുന്നു. മറ്റ് സെക്ടറിലെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അത് ആ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ അഫക്റ്റ് ചെയ്യുന്നു. മറ്റ് സെക്ടറിലെ പ്രൊഡക്ഷൻ കുറയുന്നു. സോ അതിൻ്റെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും മറ്റ് ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനൊക്കെ ആണെങ്കിലും അതിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനെ എല്ലാം അത് അഫക്റ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ റിസോഴ്സസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വാർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്.
സോ അതുകൊണ്ട് തന്നെ മറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ, ആ മറ്റ് സെക്ടറിൽ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ ആ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ അത് അഫക്റ്റ് ചെയ്യുന്നു. അവരുടെ എംപ്ലോയ്മെൻറ്റ് പ്രശ്നമാവുന്നു, എംപ്ലോയ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥ വരുന്നു. സോ അത് അവരുടെ ഇൻകത്തെ അഫക്റ്റ് ചെയ്യുന്നു. അവർക്ക് ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറയുന്നു. ജോലി ചെയ്യുന്നവർക്ക് സാലറി അല്ലെങ്കിൽ വേജസ് ഇല്ലാതെ ആവുന്നു, അല്ലെങ്കിൽ ബിസിനസ്മെന്നിന് പ്രോഫിറ്റ് ഇല്ലാതെ ആവുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മളുടെ എക്കോണമി പതുക്കെ നെഗറ്റീവ് സ്റ്റേജിലേക്ക്, അതായത് റിസഷനോ ഡിപ്രഷനോ സ്റ്റേജിലേക്ക് നമ്മളുടെ എക്കോണമി മാറുന്നു. ഒന്നാമത് തന്നെ വാറിൻ്റെ സമയത്ത് നമ്മളുടെ കുറേ റോഡ്സ്, ബ്രിഡ്ജസ് അങ്ങനെ പലതും നശിപ്പിക്കപ്പെടും. അതുകൂടാതെ തന്നെ നമ്മളുടെ ഉള്ള റിസോഴ്സസ് നമ്മൾ ചാനലൈസ് ചെയ്യുന്നത് മുഴുവൻ വാർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വാർസിൻ്റെ സമയത്ത്, യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളുടെ എക്കോണമി യുദ്ധം അതിരൂക്ഷമായിട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മളുടെ എക്കോണമി പതുക്കെ ഡൗൺ ടേണിലേക്ക് പോകുന്നു. റിസഷൻ ഫേസോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഫേസിലേക്ക് നമ്മളുടെ ബിസിനസ് സൈക്കിൾ കടക്കുന്നു. നെക്സ്റ്റ് വൺ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ. പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പം യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മളുടെ റോഡ്സ് തകർന്നു പോയി, അല്ലെങ്കിൽ ബ്രിഡ്ജസ് തകർന്നു പോയി, നമ്മളുടെ ഹൗസസ് നശിച്ചു പോകുന്നു. അങ്ങനെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറും നമ്മളുടെ മറ്റ് ഫെസിലിറ്റീസ് പലതും യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആ രാജ്യത്തിന് ഇല്ലാതെയാവുന്നു. സോ നമ്മൾക്ക് യുദ്ധത്തിന് ശേഷം അത് പതുക്കെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കണ്ടേ? പല എന്തൊക്കെയാണോ നശിഞ്ഞു പോയത് അതെല്ലാം നമുക്ക് പഴയ അവസ്ഥയിലേക്ക് ആക്കി മോഡിഫൈ ചെയ്തെടുക്കണമല്ലോ. സോ അതിനുവേണ്ടി ഗവൺമെൻറ് പതുക്കെ ആ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ റോഡ്സ് തകർന്നു പോയി, റോഡ്സും ബ്രിഡ്ജസും ഇല്ലെങ്കിൽ പതുക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ആ സെക്ടർ പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നു, എംപ്ലോയീസ് അത് പണിയുന്നു. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്? പതുക്കെ ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നു. എംപ്ലോയ്മെൻറ്റ് കിട്ടുമ്പോൾ അവരുടെ ഇൻകം കൂടുന്നു. ഇൻകം കൂടുമ്പോൾ നമ്മളുടെ കൺസ്യൂമർ സ്പെൻഡിങ് കൂടുന്നു. സോ കൺസ്യൂമർ സ്പെൻഡിങ് കൂടുമ്പോൾ എന്താ? ഡിമാൻഡ് കൂടുന്നു. അങ്ങനെ പതുക്കെ ഇൻഡസ്ട്രി റിസഷൻ ഫേസ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഫേസിൽ നിന്ന് മാറി വരുന്നു. ഇപ്പോൾ ഡിപ്രഷൻ ഫേസിലാണ് എക്കോണമി ഉള്ളതുണ്ടെങ്കിൽ, യുദ്ധം നടന്ന സമയത്ത് നമ്മളുടെ എക്കോണമി ഡിപ്രഷൻ ഫേസിലായിരുന്നു. സോ ഇപ്പോൾ ഡിപ്രഷൻ ഫേസിൽ നിന്ന് പതുക്കെ മാറി നമ്മളുടെ എക്കോണമി എക്സ്പാൻഷൻ ഫേസിലേക്ക് വരുന്നു പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ്റെ സമയത്ത്. നെക്സ്റ്റ് വൺ ടെക്നോളജി ഷോക്സ്. നമ്മളുടെ ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ്, പുതിയ ടെക്നോളജീസ് വരുമ്പോൾ, പുതിയ ഇന്നോവേഷൻസ് വരുമ്പോൾ, നമ്മളുടെ ടെക്നോളജിയിൽ ചേഞ്ചസ് വരുമ്പോൾ എപ്പോഴും നമ്മളുടെ കമ്പനീസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അതുവഴി നമ്മൾക്ക് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ നമ്മളുടെ കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് ഫേംസ് ശ്രമിക്കും. സോ അങ്ങനെ ടെക്നോളജിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതനുസരിച്ച് നമ്മളുടെ ബിസിനസ് സൈക്കിളും ചേഞ്ച് വരുന്നു. ഇപ്പം നല്ല ടെക്നോളജിയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ് ഫേംസ് അതിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനും റെഡിയാണ്. കാരണം അവർക്കറിയാം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയാൽ അതിനുള്ള റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റ് അവർക്ക് കിട്ടും. സോ അവർക്കത് നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവർ റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടി വരുമ്പോൾ എന്താ പറ്റുക? അതനുസരിച്ച് നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് കൂടും, ഇൻകം കൂടും, പ്രോഫിറ്റ് കൂടും. സോ കൺസ്യൂമർ സ്പെൻഡിങ് കൂടും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രി, നമ്മളുടെ ബിസിനസ് ഫേം എങ്ങനെയാണ്? എക്സ്പാൻഷൻ പീരീഡിലേക്ക് വരുന്നു. എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൂം പീരീഡിലേക്ക് നമ്മളുടെ ഇൻഡസ്ട്രി വരുന്നു. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺസ് ഇൻവെൻറ്റ് ചെയ്തത്, മൊബൈൽ ഫോൺസ് കണ്ടുപിടുത്തത്തോടെ, അതായത് മൊബൈൽ ഫോൺസ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ടെലികോം ഇൻഡസ്ട്രിക്ക് ശരിക്കും നല്ലൊരു ബൂം പീരീഡ് ആയിരുന്നു. ടെലികോം ഇൻഡസ്ട്രി നല്ലൊരു ബൂം പീരീഡിലേക്ക് അതിൻ്റെ ഫലമായിട്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടി, എംപ്ലോയ്മെൻറ്റ് കൂടി, ഇൻകം പ്രോഫിറ്റും കൂടി. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു വഴി പോവുകയാണെങ്കിൽ അത് നിങ്ങൾ സിമ്പിളായിട്ട് ഈ ടെക്നോളജി ഷോക്സ് അല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ഏതെങ്കിലും വഴി കടന്നു പോകുമ്പോൾ ആ വഴിയിൽ എന്തോരം മൊബൈൽ ഷോപ്സ് ഉണ്ട്. ധാരാളം മൊബൈൽ ഷോപ്സ് നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഷോപ്സ് വരുന്ന വഴി എത്ര ആളുകൾക്കാണ് എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നത്? അത് ശരിയല്ലേ? ഒരു 10 മൊബൈൽ ഷോപ്സ് ഉണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ ഷോപ്പിൽ 2 പേരെങ്കിലും മിനിമം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്ര ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടിയില്ലേ? അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ടെലികോം ഇൻഡസ്ട്രി ഇതുപോലെ മൊബൈൽ ഫോൺസ് വന്നപ്പോൾ, മൊബൈൽ ഫോൺസ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ആയപ്പോൾ നമ്മുടെ ടെലികോം ഇൻഡസ്ട്രിയിലും നല്ലൊരു ബൂമാണ് ഉണ്ടായത്. അപ്പോൾ അതുപോലെ ടെക്നോളജിക്കലി വരുന്ന ചേഞ്ചസ് നമ്മളുടെ ബിസിനസ് സൈക്കിൾസിന് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ നാച്ചുറൽ ഫാക്ടേഴ്സ്. നമ്മളുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺട്രിയാണ്.
സോ അങ്ങനെയുള്ള ഒരു കൺട്രിയിൽ നമ്മൾ കൂടുതലും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറാണ്. പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലൊക്കെ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറാണ്. സോ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളുടെ നാച്ചുറൽ ചേഞ്ചസ്, നാച്ചുറലി വരുന്ന ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് ഇപ്പോൾ വെതർ സൈക്കിൾസ് ചേഞ്ച് ചെയ്യുന്നു. വെതർ സൈക്കിൾസ് ചേഞ്ച് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഔട്ട്പുട്ടിനെ ഉറപ്പായിട്ടും അഫക്റ്റ് ചെയ്യും. കാരണം ഇപ്പോൾ 2018 ഫ്ലഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ എത്ര ആളുകളുടെ കൃഷിയാണ് നശിച്ചത്, എത്ര ആളുകളുടെ സ്ഥലമാണ് ഒഴുകിപ്പോയത്, അവരുടെ കൃഷി നശിച്ചു പോയി. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അത് അഗ്രികൾച്ചർ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യും. അഗ്രികൾച്ചർ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് അവരുടെ ഇൻകത്തിനെയും അവർക്ക് കിട്ടിയിരുന്ന റിട്ടേൺ അവർക്ക് കിട്ടും. അവർക്ക് ഏതെങ്കിലും ഇപ്പോൾ 2 ഏക്കറിൽ നെല്ലിട്ടിട്ടുണ്ട്, ആ നെല്ല് വിറ്റ് പൈസ കിട്ടിയാലേ അവർക്കതിൽ അവർ മുടക്കിയ എമൗണ്ട് കിട്ടുള്ളൂ. പക്ഷേ ആ 2 ഏക്കറിലെ നെല്ലും നശിച്ചു പോയി എന്ന് വിചാരിക്കുക. ഇവർക്കത് ലോസ് അല്ലേ? ഇവർക്ക് ഇൻകം എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. സോ ഇൻകം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനോ അല്ലെങ്കിൽ മറ്റ് ഗുഡ്സിനോ ഇവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടോ? ഇവർക്ക് എമൗണ്ട് ഇല്ല. പിന്നെ നമ്മളുടെ കൃഷിസ്ഥലം നശിച്ചു പോയി എന്ന് വിചാരിക്കുക, കൃഷിസ്ഥലം ഒഴുകിപ്പോയി, നമ്മൾക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇപ്പോൾ ട്രാക്ടറോ അല്ലെങ്കിൽ മമ്മട്ടി പോലത്തെ നമ്മളുടെ കൃഷിക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ? കാരണം അത് വാങ്ങിച്ചിട്ട് കാര്യമില്ല, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണ്, അല്ലെങ്കിൽ ഭയങ്കര വരൾച്ചയാണ്, നമ്മളവിടെ കൃഷി ചെയ്തിട്ടൊരു കാര്യമില്ല, കാരണം ഒരു തരി വെള്ളമില്ല, വരൾച്ചയാണ് ഭയങ്കര. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴൊക്കെ നമ്മളുടെ അഗ്രികൾച്ചറിനെ അത് അഫക്റ്റ് ചെയ്യും. അതോടുകൂടി തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനെയും ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ ഡിമാൻഡിനെയും അത് അഫക്റ്റ് ചെയ്യും. ഇൻഡസ്ട്രിയൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയും. സോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അത് ഇൻഡസ്ട്രിയൽ റിസഷന് കാരണമാകും. അങ്ങനെ നമ്മളുടെ വെതർ സൈക്കിൾസിൽ വരുന്ന ചേഞ്ചും നമ്മളുടെ ബിസിനസ് സൈക്കിളിൻ്റെ ചേഞ്ചിന് കാരണമാവുന്നുണ്ട്. കാരണം ഒത്തിരി ലോസ് വരുന്നു, ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് നശിച്ചു പോയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അഗ്രികൾച്ചർ ഉള്ള പ്രൊഡക്റ്റിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. കാരണം കുറേ പ്രൊഡക്ട്സ് നശിച്ചു പോയി, കുറച്ച് പ്രൊഡക്ട്സേ ആളുകളുടെ കയ്യിലുള്ളൂ. സോ അങ്ങനെ വരുന്ന ഉള്ള പ്രൊഡക്റ്റിന് റേറ്റ് കൂടുമ്പോഴും അത് ആളുകൾ മേടിക്കേണ്ടി വരുമ്പോൾ അവർ കൂടുതൽ എമൗണ്ട് അതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, അവരുടെ കയ്യിലുള്ള ഇൻകം കുറയുന്നു. ഇൻകം കുറയുമ്പോൾ അവർക്ക് അവർ കൺസ്യൂം ചെയ്യുന്ന ഐറ്റംസിനും അധികം അവർക്ക് അവരുടെ കൺസംഷന് വേണ്ടി അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അവരുടെ ബേസിക് നെസസിറ്റീസിന് വേണ്ടി മാത്രം ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. സോ അത് മറ്റ് പ്രൊഡക്ട്സിൻ്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നു. അതനുസരിച്ച് അവരുടെ പ്രൊഡക്ഷൻ കുറയുന്നു. നമ്മളുടെ എക്കോണമി പതുക്കെ റിസഷൻ ഫേസിലേക്ക് പോകുന്നു. വെതർ സൈക്കിൾസിൽ വരുന്ന നെഗറ്റീവായ ചേഞ്ചസ്. ഇനി നെക്സ്റ്റ് നമ്മളുടെ ലാസ്റ്റ് പോയിന്റ് വരുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ചസും നമ്മളുടെ ബിസിനസ് സൈക്കിൾസിന് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ പോപ്പുലേഷനിൽ നമ്മൾക്കറിയാം എത്ര സ്പീഡിലാണ് നമ്മളുടെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത്. പോപ്പുലേഷനിൽ വരുന്ന ഗ്രോത്തിനനുസരിച്ച് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആളുകളുടെ ഇൻകം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? നമ്മളുടെ രാജ്യത്തെ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ അങ്ങനെ വരുമ്പോൾ ഗ്രോത്ത് റേറ്റ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ എക്കണോമിക് ഗ്രോത്ത് കൂടുന്നില്ല. പോപ്പുലേഷൻ ഗ്രോത്ത് വരുന്നതനുസരിച്ച് നമ്മളുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അങ്ങനെ വരുമ്പോൾ തന്നെ ആളുകളുടെ കയ്യിലുള്ള നമ്മളുടെ എക്കോണമിയിലുള്ള സേവിങ്സ് വളരെ കുറവാകും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എക്കോണമിയുടെ കാര്യം വിട്ടിട്ട് ഇപ്പം നിങ്ങൾ ഒരു വീട്ടിലെ കാര്യം എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു വീട്ടിലിപ്പോൾ 4 മെമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു അമ്മയും അച്ഛനും 2 കുട്ടികളും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കിപ്പോൾ 10,000 ആണ് ഇൻകം. ആ 10,000 ഇൻകം വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ആ 10,000 നിന്ന് ഇവർ 2,000 റുപ്പീസ് മാസം സേവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. 8,000 റുപ്പീസ് ഇവർ സ്പെൻഡ് ചെയ്യുന്നു, ബാക്കി 2,000 റുപ്പീസ് ഇവർ സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ഫാമിലിയിലേക്ക് ഒരു മെമ്പറും കൂടെ വരുവാണ്, ഒരു പുതിയ കുട്ടിയും കൂടെ വരുവാണ്, പുതിയൊരു മെമ്പർ വരുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഈ 2,000 റുപ്പീസ് സേവ് ചെയ്തത് ഇവർക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, ഇപ്പോൾ നേരത്തെ അവർ 4 പേരുടെ ആവശ്യത്തിനാണ് പൈസ യൂസ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ കൂടുതൽ ആളുകൾ, ഒരാളും കൂടെ എക്സ്ട്രാ വന്നു. അപ്പോൾ നമ്മൾ അവരുടെ കാര്യത്തിനും കൂടെ പൈസ യൂസ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ അവരുടെ കയ്യിൽ സേവ് ചെയ്യാനുള്ള എമൗണ്ട് കുറയില്ലേ? ഒന്നുകിൽ സേവ് ചെയ്യാനൊന്നും ഇല്ലാത്ത അവസ്ഥയാവും, അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള എമൗണ്ട് കുറയും. അപ്പോൾ നിങ്ങൾ ആ ഒരു പോയിന്റ് വെച്ചൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ എക്കോണമിയിൽ എക്കണോമിക് ഗ്രോത്തിൻ്റെ അനുസരിച്ച് പോപ്പുലേഷൻ ഗ്രോത്തിനനുസരിച്ച് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്കോണമിയിൽ ആളുകളുടെ കയ്യിലുള്ള സേവിങ്സ് കുറയുന്നു. സേവിങ്സ് കുറയുമ്പോൾ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ്സിനുള്ള പൈസ ഇല്ല. സോ
ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. സേവിങ് കുറയുന്നതനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. അതിൻ്റെ റിസൾട്ട് അതിന് എന്താ പറ്റുന്നത്? നമ്മളുടെ ഇൻകം കുറയുന്നു, എംപ്ലോയ്മെൻറ്റ് കുറയുന്നു, സോ കൺസംഷൻ കുറയുന്നു. ഇൻകം കുറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കയ്യിൽ സേവിങ്സ് ഇല്ല, ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ല. ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് കുറയുമ്പോൾ അത് എംപ്ലോയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. എംപ്ലോയ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഇൻകത്തെ അഫക്റ്റ് ചെയ്യും. ഇൻകം കുറയുന്നു. ഇൻകം കുറയുമ്പോൾ ആളുകളുടെ സ്പെൻഡിങ് കുറയുന്നു, സ്പെൻഡിങ് കപ്പാസിറ്റി കുറയുന്നു. അപ്പോൾ അതും നമ്മളുടെ എക്കോണമിക് സ്ലോ ഡൗണിലേക്ക് പോകാനൊരു റീസണാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ എക്കോണമിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു, എക്കണോമിക് സ്ലോ ഡൗണിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ നമ്മളുടെ എക്കോണമി റിസഷൻ ഫേസിലേക്കോ ഡിപ്രഷൻ ഫേസിലേക്കോ പോകാൻ അത് കാരണമാകുന്നു. ഇനി നമ്മളുടെ ട്രേഡ് റൂൾസിൽ വരുന്ന ഡിഫറൻസസ്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ ഏതൊരു രാജ്യമാണെങ്കിലും ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളായിട്ടും ട്രേഡ് റിലേഷനുണ്ട്. ഒരു രാജ്യം ആ രാജ്യത്ത് മാത്രമല്ല ട്രേഡ് റിലേഷൻസ് കീപ്പ് ചെയ്യുന്നത്, മറ്റ് പല കൺട്രീസായിട്ടും ട്രേഡ് റിലേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ട്രേഡ് റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നെഗറ്റീവായി വരുന്ന പ്രോബ്ലവും മറ്റ് രാജ്യങ്ങളെ അത് അഫക്റ്റ് ചെയ്യും. പതുക്കെ മറ്റ് രാജ്യങ്ങളിലേക്കും അത് ചേഞ്ച് ആവും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 2008 റിസഷൻ വന്നപ്പോൾ റിസഷൻ സ്റ്റാർട്ട് ചെയ്തത് US-ലാണ്. ബട്ട് അത് US-നെ മാത്രമല്ല അഫക്റ്റ് ചെയ്തത്, മറ്റ് പല രാജ്യങ്ങളെയും അത് അഫക്റ്റ് ചെയ്തായിരുന്നു. സ്റ്റാർട്ട് ചെയ്തത് US-ലാണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിലേക്കും പതുക്കെ അത് സ്പ്രെഡ് ആയായിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ നമ്മളുടെ ട്രേഡ് റിലേഷൻസ് മറ്റ് രാജ്യങ്ങളായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളായിട്ട് ട്രേഡ് റിലേഷൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ തന്നെ പല രാജ്യങ്ങളുമായിട്ടും ട്രേഡ് റിലേഷൻ ഉള്ളതാണ് ഇന്ത്യക്ക്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു രാജ്യത്ത് എന്തെങ്കിലും നെഗറ്റീവായിട്ടുണ്ടായാലും, ഇപ്പോൾ ഒരു രാജ്യം ഡിപ്രഷനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എക്കോണമി റിസഷനിലേക്ക് പോയാൽ അത് പതുക്കെ മറ്റ് രാജ്യങ്ങളെയും അഫക്റ്റ് ചെയ്യും, അവിടുത്തെ എക്കണോമിക് സ്റ്റാറ്റസിനെയും അത് അഫക്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾക്കിത് കൂടാതെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് കൂടാതെ ചില പോയിന്റ്സ് വരുന്നത് നമ്മൾ ടാക്സ് റൂൾസിൽ വരുന്ന ചേഞ്ചസ്, ടാക്സ് ലോസിൽ വരുന്ന ചേഞ്ചസ് നമ്മളുടെ എക്കണോമിക് സൈക്കിളിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ട്രേഡ് റെഗുലേഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചൈനീസ് കുറേ പ്രൊഡക്ട്സ് ബാൻ ചെയ്തിരുന്നു. സോ അത് എക്കോണമിയെ അഫക്റ്റ് ചെയ്യില്ലേ? കുറേ ചൈനീസ് പ്രൊഡക്ട്സ് നമ്മൾ ബാൻ ചെയ്തപ്പോൾ അത് എത്ര കോടി രൂപയുടെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ ബാൻ ചെയ്തത്? എത്ര ഐറ്റംസ് ആണ് നമ്മൾ ഇന്ത്യയിൽ ചൈനീസ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ അങ്ങനെ ട്രേഡ് റെഗുലേഷൻസിൽ വരുന്ന ചേഞ്ചസ്. പിന്നെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചേഞ്ചസ്. ഇപ്പോൾ ഗവൺമെൻറ് എക്സാമ്പിൾ പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയിൽ ഗവൺമെൻറ് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് കൂടുതൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ആ സെക്ടറിൻ്റെ ഗ്രോത്ത് ഉണ്ടാവില്ലേ? ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് പല ആളുകൾക്കും എംപ്ലോയ്മെൻറ്റ് കിട്ടും. സോ എംപ്ലോയ്മെൻറ്റ് വരുന്നതനുസരിച്ച് എങ്ങനെയാണ് നമ്മളുടെ എക്കോണമി അത് അഫക്റ്റ് ചെയ്യുന്നത്? എംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ ഇൻടേൺ ആളുകളുടെ ഇൻകം കൂടും. ഇൻകം കൂടുന്നതനുസരിച്ച് അവർക്ക് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. സോ മറ്റ് പ്രൊഡക്ട്സിന് ഡിമാൻഡ് കൂടും. എക്കോണമി എക്സ്പാൻഷൻ ഫേസ് അല്ലെങ്കിൽ ബൂം ഫേസിലേക്ക് നമ്മളുടെ എക്കോണമി വരും. പിന്നെ നമ്മളുടെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ക്യാപിറ്റൽ അവിടെയുള്ള എമൗണ്ട് നമ്മൾ മറ്റ് കൺട്രിയിൽ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാപിറ്റലും പ്രൊഡക്ഷൻ ഫെസിലിറ്റീസൊക്കെ നമ്മൾ മറ്റൊരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു എങ്കിൽ അതും നമ്മളുടെ എക്കോണമിയെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ 1 കോടി രൂപയുണ്ട്, ഞാൻ 1 കോടി രൂപ വെച്ച് എൻ്റെ രാജ്യത്ത് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് തുടങ്ങുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഞാനത് മറ്റൊരു രാജ്യത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ ഒരു പ്രൊഡക്ഷൻ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ സെല്ല് ചെയ്യുന്നത് തമ്മിൽ ഡിഫറൻസ് ഇല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ഇന്ത്യൻ എക്കോണമിയാണ് ബെനിഫിറ്റ് ചെയ്തത്, ബട്ട് സെക്കൻഡ് വൺ ഇന്ത്യൻ എക്കോണമിയിൽ അത്ര ബെനിഫിറ്റ് വരുന്നില്ല. സോ അതുപോലെ നമ്മളുടെ ക്യാപിറ്റലും പ്രൊഡക്ഷനും നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് മറ്റ് കൺട്രിയിലേക്ക് ഷിഫ്റ്റ് വരും അല്ലെങ്കിൽ ട്രാൻസ്ഫർ വരുന്നതും നമ്മളുടെ എക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് അതും അതിൽ വരുന്ന ചേഞ്ചസും എക്കോണമിയിൽ വരുന്ന അല്ലെങ്കിൽ ബിസിനസ് സൈക്കിളിൻ്റെ ചേഞ്ചസിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന എല്ലാ പ്രൊഡക്ട്സും അല്ലല്ലോ ഇപ്പോഴത്തെ സമയത്ത് ആളുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ സാരി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നേരത്തെ എൻ്റെ പ്രൊഡക്ട്സ് ഞാൻ സാരി മാത്രമാണ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം ന്യൂ ജനറേഷൻ അധികമാനും സാരി യൂസ് ചെയ്യുന്നില്ല. കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് ജീൻസോ അല്ലെങ്കിൽ കുർത്തീസ് അങ്ങനെയുള്ള ഡ്രസ്സസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ എൻ്റെ സാരി ഇൻഡസ്ട്രി അത് അഫക്റ്റ് ചെയ്യില്ലേ? ഞാനത് മാറ്റിയിട്ട് എൻ്റെ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഞാനിപ്പോഴും സാരി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്ഷനെ അത് അഫക്റ്റ് ചെയ്യും. കാരണം എന്താണ്? എൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറി. സോ അങ്ങനെയുള്ള കേസും നമ്മളുടെ ബിസിനസ് സൈക്കിളിൻ്റെ ചേഞ്ചസിന് കാരണമാകുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് എക്സ്റ്റേണൽ കോസസ് ആൻഡ് ഇൻറ്റേർണൽ കോസസ് ഡിസ്കസ് ചെയ്തു. ബിസിനസ് സൈക്കിളിൻ്റെ ചേഞ്ചസിന് കാരണമാകുന്ന
ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഈ ടോപ്പിക്കോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സോ നിങ്ങൾ വായിച്ച് നോക്കുക. ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. MCQs ധാരാളം വരുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇത് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്ത് നിങ്ങളിത് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. So thanks for watching the video and all the very best to you.